ഭാഗത്തുനിന്നുമായി വന്നിട്ടുള്ള പ്രവർത്തകരാണ്. CPM-ൻ്റെ പ്രവർത്തകരാണെങ്കിൽ പോലും DYFI പ്രവർത്തകരാണെങ്കിൽ കൂടി ഈ നാട്ടുകാരല്ല, കോഴിക്കോട് നഗരത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ആളുകൾ പോലും ഈ സമരത്തിലുണ്ട് എന്നുള്ളതാണ്. ഇവർ പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും കൂക്കി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിലും നല്ല മഴയാണ്. ഈ മഴയത്തും നിർത്താതെ ഈ സമരവും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് പോകുന്നു. പോലീസ് അത് നോക്കി നിൽക്കുന്നു. എന്ത് തരം പോലീസിംഗ് ആണ് ഇവിടെ നടക്കുന്നതെന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ പോലീസിന് പോലും ഇടപെടാൻ പറ്റാത്ത സാഹചര്യം, 10-250 പോലീസുകാർ ഒരുമിച്ച് നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പോലീസ് ഇടപെടാതെ മാറി നിൽക്കുന്നത് ഒരു ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പോലീസ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സംസ്ഥാന തലത്തിൽ തന്നെ പോലും ചർച്ചയാക്കാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പ് ഇത്രമേൽ വാശിയേറിയ പോരാട്ടങ്ങൾക്ക് കാഴ്ചവെക്കുകയും ആ പോരാട്ടം വലിയ കയ്യാങ്കളിയിലേക്ക് പോവുകയും ആളുകൾ വോട്ട് ചെയ്യാൻ പറ്റാതെ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. DCC ഭാരവാഹികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ മർദ്ദനമേറ്റുള്ളത്. അപ്പോൾ മറുഭാഗത്ത് അത് നിയന്ത്രിക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നില്ല. പോലീസ് അത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. വോട്ട് ചെയ്യാൻ സാധിക്കാതെ ആൾക്കൂട്ടം മടങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കള്ളവോട്ട് ആരോപണത്തെ തുടർന്നാണ് ഇത് ഉണ്ടാകുന്നതെങ്കിലും രണ്ടു ഭാഗത്തും കള്ളവോട്ട് ആരോപണമുണ്ട്. CPM ആരോപിക്കുന്നത് കോൺഗ്രസ് കള്ളവോട്ട് ചെയ്യുന്നു, കോൺഗ്രസ് ആരോപിക്കുന്നു CPM കള്ളവോട്ട് ചെയ്യുന്നു. ഈ കള്ളവോട്ട് ആരോപണം ഇരുഭാഗത്തും ഉണ്ടെങ്കിലും ആ കള്ളവോട്ട് ആരോപണം തടയേണ്ടത് സ്വാഭാവികമായിട്ടും ഇവിടെ റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്, പോലീസിംഗ് ഉണ്ട്. ആ പോലീസിന് ഇടപെട്ട് എന്തുകൊണ്ടാണ് ഒരു കള്ളവോട്ടുകൾ തടയാൻ സാധിക്കാത്തത്? ഇതിൽ എന്തുകൊണ്ടാണ് തെരുവിൽ ആളുകൾ ഇത് നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്? തെരുവിൽ ആൾക്കൂട്ടം ഇത് നിയന്ത്രിക്കുകയും അത് കയ്യാങ്കളിയിലേക്കും കയ്യൂക്ക് പരീക്ഷണത്തിലേക്കും ഒക്കെ പോവുകയും ചെയ്തു എന്നുള്ളത് വളരെ ദയനീയമായ കാര്യമാണ്. കാരണം ഇത്രമേൽ പോലീസ് സംവിധാനമുള്ള, ഇത്രമേൽ നിയന്ത്രണങ്ങളുള്ള ഒരു സംവിധാനത്തിൽ ആ നിയന്ത്രണങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെ ഇവിടെ ആളുകൾക്ക് സമരം ചെയ്യുന്നവരെ പോലും ഇവിടെ നിന്ന് മാറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വോട്ട് ചെയ്യാനെത്തുന്നവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പോലീസ് അത്തരത്തിൽ ഒരു നിയന്ത്രണവും ഈ ഘട്ടത്തിൽ പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവിടെ വോട്ട് ചെയ്യാനെത്തുന്നവരെ തടയുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ എന്തുകൊണ്ടാണ് ഇതിൽ ഒരു പൂർണ്ണമായ നിയന്ത്രണം പോലീസ് ഏറ്റെടുക്കാത്തത് ഈ ഘട്ടത്തിലും എന്നതാണ് പ്രധാനമായുള്ള ചോദ്യം. പോലീസ് പല ഭാഗത്തായി മാറി നിൽക്കുന്നു. പോലീസ് അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടത്തിനിടയിൽ പോലും നിഷ്ക്രിയമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. ഒരു ഭാഗത്ത് നോക്കും, വോട്ടർമാരെത്തുമ്പോൾ ആ ഭാഗത്ത് ഒരൊറ്റ പോലീസ് പോലും ഈ വോട്ടർമാർക്ക് ഏത് ഭാഗത്ത് പോയി വോട്ട് ചെയ്യാൻ സാധിക്കും, എവിടെയാണ് വോട്ട് ചെയ്യാൻ എത്തേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഒരു പോലീസ് ഇല്ലാത്ത രീതിയിൽ അതിനെ മുഴുവനായിട്ട് ഒരു ആൾക്കൂട്ടം കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് വലിയ വെല്ലുവിളിയാണ്. പോലീസിന് കൈകാര്യം ചെയ്യാൻ പറ്റേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് പറ്റാത്തതും വലിയ വെല്ലുവിളിയായിട്ട് മാറുകയാണ്. സ്ത്രീകളാണ് വോട്ട് ചെയ്യാൻ എത്തുന്നത്. സ്ത്രീകൾ വോട്ടർ ID കാർഡുമായി എത്തുന്നു. ആ വോട്ടർ ID കാർഡുമായി എത്തുന്ന സ്ത്രീകളെ പല കാര്യങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ മടക്കി അയക്കുന്നത് തന്നെ ഈ പറയുന്ന പോലെ പോലീസിൻ്റെ സാന്നിധ്യത്തിലല്ല, പോലീസിൻ്റെ നിസ്സഹായമായി നോക്കി നിൽക്കുന്ന പോലീസിൻ്റെ മുമ്പിൽ ആളുകൾ തന്നെ, ആൾക്കൂട്ടം തന്നെ ഈ വോട്ടില്ല, നിങ്ങൾക്ക് വോട്ടില്ല, മടങ്ങിപ്പോകണമെന്ന രീതിയിൽ പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതും. ഏതായാലും ഈ നിയന്ത്രണാതീതമായ സാഹചര്യത്തിൽ ഇനി ഈ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ ജില്ലാ കളക്ടർ ഇതിൽ ഇടപെടണമോ അല്ലെങ്കിൽ മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധനയെങ്കിലും നടക്കുമോ എന്നുള്ളതാണ്. അത് രണ്ടു ഭാഗത്തും ആരോപണമുണ്ടായ സാഹചര്യത്തിൽ രണ്ടു ഭാഗവും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പിന്നെ പോലീസ് എന്തുകൊണ്ടാണ് ഇടപെടാതിരുന്നത്, ഈ ആൾക്കൂട്ടത്തെ എന്തുകൊണ്ട് പോലീസ് നിയന്ത്രിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടി മറുപടി പറയേണ്ടതുണ്ട്. ഏതായാലും വലിയ ആൾക്കൂട്ടം ഈ തെരഞ്ഞെടുപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നു. പറയഞ്ചേരി റോഡിൽ, പുതിയറ പറയഞ്ചേരി റോഡാണ്, കുതിരവട്ടം ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. ഈ റോഡ് പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ട് ആൾക്കൂട്ടം നിൽക്കുന്നു. അവർക്ക് വോട്ട് ചെയ്യാൻ പോകാൻ അനുവദിക്കുന്നില്ല. ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടും അതിൽ ഒരു മേൽ നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. മഴയെ അവഗണിച്ചും പ്രവർത്തകർ ഇപ്പോഴും നേർക്കുനേർ നിൽക്കുന്നത് കാണാം. MK രാഘവൻ MP ഉണ്ട്, DCC പ്രസിഡന്റ് പ്രവീൺ കുമാറുണ്ട്, നേതാക്കളായ ജയന്ത്, നിജേഷ്, അരവിന്ദ് തുടങ്ങിയവരൊക്കെ തന്നെ നമുക്ക് കാണാനാകുന്നുണ്ട്. മറുഭാഗത്ത് മെഹബൂബ് ഉൾപ്പെടെയുള്ള CPM-ൻ്റെ മുതിർന്ന നേതാക്കളുമുണ്ട്. ഇപ്പോഴും വാക്കുതർക്കം തുടരുകയാണ്. മഴയെ അവഗണിച്ചും MP ഉൾപ്പെടെയുള്ളവർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അഭിലാഷ, പ്രതിഷേധം അവസാനിപ്പിക്കുന്ന മട്ടില്ല. നേരത്തെ ആംബുലൻസ് വന്നപ്പോൾ അവർ അല്പസമയം മാറി നിൽക്കുന്നത് കണ്ടിരുന്നു. ഏതായാലും കനത്ത മഴയിലും പ്രതിഷേധം തുടരുകയാണ്. MK രാഘവൻ MP-യുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. റോഡിൽ കുത്തിയിരുന്ന MP-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നു. മഴയുണ്ട് എങ്കിലും പ്രതിഷേധത്തിൽ തന്നെയാണ് നേതാക്കളുള്ളത്.